ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെ ഹല്ലേലൂയ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പാസ്റ്റർ റെഞ്ചോൻ ജോർജിന്റെ മക്കളാണല്ലോ ഷെർലിനും ഷോണും. കുഞ്ഞുങ്ങൾ ലൈനിൽ കടന്നു വന്ന് പാടിയിട്ടുള്ളവരാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ടാലന്റ് അവർ വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. ഈ രാത്രികാലം അവർ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവർ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷമായിട്ട് കർത്താവിന്റെ ദാസനാണല്ലോ പാസ്റ്റർ റെഞ്ചോൻ ജോർജ് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. നമുക്ക് ശ്രദ്ധയോടുകൂടെ കേൾക്കാം. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മൾ ഓരോരുത്തരോടും മിനിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ടും ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാക്കാൻ വേണ്ടിയിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം തുടർന്ന് നമ്മളോട് കൂട്ടിരിക്കുമാറാകട്ടെ. ആദ്യമേ ഷെർലിൻ ഷോണിനെയും അതിനുശേഷം പാസ്റ്ററിനെയും സ്നേഹത്തോടെ ക്ഷണിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. തകർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. നടത്തിയ വഴികൾ നീയോർത്താൽ വന്മഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ചെങ്കടൽ മൂടട്ടെ തീച്ചുളയേറട്ടെ അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ തീച്ചുളയേറട്ടെ അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. വന്മഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒക്ലഹോമ പ്രയറിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസി, ഈ ശബ്ദപരിധിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ തിരുവചനവുമായിട്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. എന്നെ കേൾക്കുന്നവരെല്ലാം ഈ പ്രയറിന്റെ പേര് പ്രാർത്ഥനാ ലൈൻ തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന പൂർണ്ണമാകണമെങ്കിൽ നാം ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, തിരിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുകയും വേണം. ശരിയായ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവം പറയുന്നത് കേൾക്കുക എന്നുള്ളതും കൂടെയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴുമൊക്കെ ദൈവം നമ്മളോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് മറുപടിയായി സംസാരിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ സംസാരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ, വിവിധ ആവശ്യങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടാണ് ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ആ ദൈവവചനം ഇത് നമുക്കുള്ള ദൈവവചനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ കേൾക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. 2 Peter chapter 1 verse 11. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ഈ വേദഭാഗം വായിക്കുന്ന വളരെ സുപരിചിതമായ വേദഭാഗമാണ്. കർത്താവ് ഈ വചനത്തിലൂടെ നമ്മുടെ വിഷയങ്ങളോട് ഇടപെട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇടറിപ്പോകുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇടറിപ്പോകുക, തകർന്നു പോകുക, തളർന്നു പോകുക, നിരാശപ്പെടുക, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസിന്റെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നാണ് പത്രോസ് തന്റെ ലേഖനങ്ങൾ എഴുതുന്നത്. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിച്ചാൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് പത്രോസ് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പത്രോസ് ഈ ഭാഗം മാത്രമല്ല, വേറെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് നിങ്ങൾ അവന്റെ ബലമുള്ള കരവിധാനത്തിൽ താഴ്ന്നിരിക്കണമെന്ന് പത്രോസ് മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയാണ്. കാരണം പത്രോസ് ഒരു എടുത്തിയാട്ടക്കാരനാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്നയാളാണ്, പെട്ടെന്ന് ഇറങ്ങിപ്പുറപ്പെടുന്നയാളാണ്, മുൻപിൻ നോക്കാതെ സംസാരിക്കുന്നയാളാണ്. എന്നാൽ അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് തന്റെ ലേഖനത്തിൽ തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനങ്ങളിൽ വായിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. എന്നാൽ നിങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇത് അന്ത്യകാലമാണ്. പലപ്പോഴും നമ്മളത് സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ്. ഈ അന്ത്യകാലമാണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘടമായ സമയങ്ങൾ വരും. വല്ലാത്ത രീതിയിൽ ലോക സംഭവങ്ങൾ വെളിപ്പെടും. പ്രതികൂലമായിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും, മനുഷ്യർ സ്വസ്നേഹികളായി മാറും, രോഗങ്ങൾ, വല്ലാത്ത വ്യാധികൾ പടർന്നു പിടിക്കും. ഇതെല്ലാം ഈ അന്ത്യകാലത്തിന്റെ ദുർഘട സമയങ്ങളുടെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അന്ത്യകാലമാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമുക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ദൈവഭക്തന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പലരും, നാം എല്ലാവരും പല വിഷയങ്ങളിൽ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്, നെഗറ്റീവായി സംസാരിക്കാറുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരും എല്ലാം അങ്ങനെ സംസാരിച്ചിട്ടുള്ളവരാണ്. ഭക്തന്മാരിൽ പലരും അങ്ങനെ സംസാരിച്ചിട്ടുള്ളവരാണ്. ചില അവസരങ്ങളിലൊക്കെ തളർന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടറാതിരിക്കാനുള്ള 1, 2, 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്തു തന്നെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പത്രോസ് അത് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. 1:11 ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. ആ 1:10 പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത്. ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ നാം ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. ഇങ്ങനെ ചെയ്താൽ
നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. അപ്പോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, തളർന്നും തകർന്നുമായിരിക്കുന്നെങ്കിൽ, ഇടറി പോയിട്ടിരിക്കുകയാണെങ്കിൽ, എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ വരാതിരിക്കാൻ, വിഷയങ്ങൾ വരും, എന്നാൽ അതിന്റെ മുമ്പിൽ ഇടറിപ്പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. സഹോദരന്മാരെന്നോട് വിളിക്കുമ്പോൾ സഹോദരിമാർക്കും അത് ബാധകമാണ്, വിശ്വാസ സമൂഹത്തിന് അത് ബാധകമാണ്. അവിടെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. ഇടറിപ്പോയാൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നഷ്ടമാകും. നമുക്കറിയാം, അനവധി ദൈവദാസന്മാർ പോലും വളരെ ശക്തമായ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസന്മാർ പോലും ചില നിസാര വിഷയങ്ങളിൽ പിന്മാറി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിട്ടുപോകുന്നതിന്റെ പിൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യമാണ് പത്രോസ് പറയുന്നത്, അവരുടെ വിളി, അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർക്ക് വലിയ ബോധ്യമില്ല. അതുകൊണ്ടാണ് വിഷയങ്ങൾ വരുമ്പോൾ അവർ നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും ഇടറിപ്പോകുകയാ, പിന്മാറിപ്പോകുകയാ, തളർന്നു പോകുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒന്നാമത് ഞാൻ പറയുന്നു, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, പ്രതികൂലങ്ങളിൽ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ, വല്ലാത്ത അനുഭവങ്ങളിൽ തകർന്നോ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. ഹൃദയത്തിൽ പറയണം, ആരാ എന്നെ വിളിച്ചത്, എവിടേക്കാണ് എന്നെ വിളിച്ചത്, എവിടെ നിന്നാണ് എന്നെ വിളിച്ചത്, എങ്ങോട്ടേക്കാണ് എന്നെ വിളിച്ചത്, എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഈ വിഷയങ്ങളിൽ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ നാളെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിളിച്ചത് ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഇടറിപ്പോകുകയില്ല. ഇടറിപ്പോകാൻ കാരണം വിളിയെക്കുറിച്ചുള്ള ബോധ്യമില്ല. ആരാ വിളിച്ചത്? പൗലോസ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ ആരാ വിളിച്ചിരിക്കുന്നത്? ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആരാ വിളിച്ചിരിക്കുന്നത്? വിശ്വസ്തനായ ദൈവം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ആരാ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഏത് തിരമാല വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, അതാണ് കുഞ്ഞു പാടിയത്, വൻമഴ പെയ്തു, കാറ്റടിച്ചു, വീടിന്മേൽ അടിച്ചു എന്നൊക്കെ പാടിയപ്പോൾ എന്താ കാര്യം? തകർന്നു പോകാതെ താങ്ങുന്ന ഒരു കരമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കാറ്റടിക്കട്ടെ, തിരമാല വരട്ടെ, വീടിലോട്ട് അടിക്കട്ടെ എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഇല്ലെങ്കിൽ നിസ്സാരമായ വിഷയത്തിൽ പോലും തകർന്നു പോയിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കണമേ, ആരാ വിളിച്ചതുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരാണ്? ആ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം കാണാതെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തിരിച്ചു പറഞ്ഞാൽ, വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്നെ വിളിച്ചത്. വാക്കുകൊണ്ട് എപ്പോഴും പറയണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, സാത്താന്റെ പ്രവർത്തികൾ നമ്മളിലേക്ക് വെളിപ്പെടുമ്പോഴൊക്കെ പറയണം, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഇത് ആവർത്തിക്കണം, ഇത് ഹൃദയത്തിൽ പതിയണം. എന്താ ഒന്നാമത്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്നെ വിളിച്ചത്. എവിടേക്കാണ് എന്നെ വിളിച്ചെന്നറിയാമോ? തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂട്ടായ്മയിൽ എന്റെ കൂടെ ആരുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ പുത്രനായ, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ഈ രണ്ട് ബോധ്യം നമുക്കുണ്ടാകണം. ഒന്നാമത്, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ബോധ്യമില്ലെങ്കിൽ നിസ്സാര വിഷയങ്ങൾ വന്നാലും നമ്മൾ പിന്മാറിപ്പോകും, നമ്മൾ തകർന്നു പോകും, നമ്മൾ ഇടറിപ്പോകും. ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണെന്നും, ഞാൻ ഒറ്റയ്ക്കല്ല, ആരെന്നെ വിട്ടുപോയാലും ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു എന്റെ കൂടെ ഉണ്ടെന്ന്, എന്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പും നമുക്കുണ്ടായാൽ ഒരു നാളും ഇടറിപ്പോകുകയില്ല. അന്ത്യകാലം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ, ആ ദൈവരാജ്യ പ്രവേശനം നമുക്ക് പ്രാപിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നിടം വരെ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കും. വിശ്വസ്തനായ ദൈവമാണ് എന്നെ വിളിച്ചത്. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഏത് പ്രതിസന്ധി വന്നാലും പറയാൻ കഴിയും, വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്നെ വിളിച്ചത്. എവിടേക്കാണ് എന്നെ വിളിച്ചത്?
അവന്റെ പുത്രനും എന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. എന്ന് പറഞ്ഞാൽ ഞാനും കർത്താവിന്റെ പുത്രനും തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എന്റെ യേശുവിനോട് കൂടെയാണ്. ഈ ലോകത്ത് ഞാൻ മരിക്കുന്നിടം വരെ, കർത്താവിന്റെ വരവ് വരെ ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ എന്നെ വിളിച്ച ദൈവം അവന്റെ പുത്രനെ എനിക്ക് തന്നിരിക്കുന്നു. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിനകത്ത് അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. എന്നെ വിളിച്ച വിശ്വസ്തനായ ദൈവമാണ്, വഴിയിൽ ഉപേക്ഷിച്ചു പോകാത്ത ദൈവം. ആരുപേക്ഷിച്ചു പോയാലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു പോകത്തില്ല, എന്നെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല, എന്റെ പ്രശ്നങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, നീ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവമുണ്ട്. കാരണം അവൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. യെശയ്യാ 42:7 അവൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാ, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. ദൈവം ഇതില് നീ ഒറ്റയ്ക്കല്ല, നിന്നെ വിളിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. അവന്റെ കൈ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാ, നിന്നെ സൂക്ഷിക്കാൻ, നിന്നെ നടത്താൻ, നിന്നെ പരിപാലിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ, നിനക്കായി കരുതുവാൻ. അല്ല, നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ടെന്ന്. ഇന്ന് ഈ രാത്രിയിൽ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിരാശയോടെ ഇരിക്കരുത് ദൈവമക്കൾ. തല താഴ്ത്തി ഇരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ വിളിയെ കേട്ടനുസരിക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവം തലതാണിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് ഈ വിശ്വസ്തനായ ദൈവം, വഴിയിൽ ഉപേക്ഷിക്കാത്ത ദൈവം വിളിച്ചിറക്കി കൂടെ കൈപിടിച്ച് നടത്തി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹങ്ങളെല്ലാം പിന്നീട് അവന്റെ കൂടെ യാത്ര ചെയ്ത ലോത്ത് എന്ന സഹോദരപുത്രൻ എല്ലാം എടുത്തുകൊണ്ടുപോയപ്പോൾ ഒന്നുമില്ലാത്തവനായി അത് തല താഴ്ത്തി അബ്രഹാം ആ വഴിയരികിൽ ഇരുന്ന രംഗം നമുക്കറിയാം. ദൈവം വിളിച്ചിറക്കിയവൻ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ട് ദൈവം പെട്ടെന്ന് അവന്റെ അടുക്കൽ വന്ന് പറയാണ്, അബ്രഹാമേ, നീ തല ഉയർത്ത്, മേളിലോട്ട് നോക്ക്. കണ്ടോ, തല താഴ്ത്തിയിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയവനെ, ദൈവം കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ ദാസിയെ, നീ തലതാണിരിക്കുവാൻ, നീ തല കുനിച്ചിരിക്കുവാൻ, നീ മറ്റുള്ളവരുടെ അപമാനിക്കപ്പെട്ടിരിക്കുവാൻ, ലജ്ജിക്കപ്പെട്ടിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. അബ്രഹാമിനോട് പറയാ, നീ തല ഉയർത്തി നോക്ക്. നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് തലകുനിച്ചിരിക്കാതെ നീ തല ഉയർത്തി നോക്ക്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, കടൽക്കരയിലെ മണൽത്തരിയെ നീ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആ നക്ഷത്രങ്ങളെ പോലെ, അതിന്റെ എണ്ണത്തെ പോലെ ഞാൻ നിന്റെ തലമുറ തന്ന് നിന്നെ അനുഗ്രഹിക്കും. നഷ്ടങ്ങളെ ലാഭമാക്കി ഞാൻ മാറ്റും. തല ഉയർത്തി പിടിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറ, അല്ലെങ്കിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വാഗൊണ്ട് പറ, എന്നെ നിങ്ങൾ എവിടെ ഇരുന്നാലും പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വഴിയിൽ എന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ തലതാണിരിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എത്ര ദുർഘടമായ അതേ റോഡിലൂടെ, വഴിയിലൂടെ ഞാൻ പോയാലും ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കയ്യിൽ അവൻ പിടിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവോ, വിശ്വസ്തനായ ദൈവോ, അത് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:7 പറയുന്നത്. എന്നെ യഹോവയായ ദൈവം, ഞാൻ നിന്നെ നീതിയോടെ, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. ഒരു ശത്രുവിനും നിന്നെ വിട്ടുകൊടുക്കില്ല. ഇന്ന് രാത്രിയിൽ ഈ ദൂത് നിന്റെ മേൽ ഞാൻ പകരുകയാ. ഒരു ശത്രുവിനും നിന്നെ വിട്ടുകൊടുക്കില്ല. ഒരു ശത്രുവിനും നിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കില്ല. ഒരു ശത്രുവിനും തലമുറയെ വിട്ടുകൊടുക്കത്തില്ല. അവൻ തിരിച്ചു പിടിക്കുന്ന, തിരിച്ചു തരുന്ന ദൈവമാണ്. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ നിന്നെ കൈ പിടിച്ച് നിന്നെ കാക്കും. അടുത്തത്, നിന്നെ ജനത്തിന് നിയമവും നിന്നെ ജാതികൾക്ക് പ്രകാശവുമാക്കും. ദൈവം തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണോ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അത് നിവർത്തിയാകും. അതാണ് പുസ്തകം പറയുന്നത്, ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കും ദൈവത്തിന്റെ പേരിൽ, നിന്നെ കുറിച്ച് നിന്നെ വിളിച്ചിറക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ വിളിച്ചിറക്കുമ്പോൾ, ദൈവശബ്ദം കേൾപ്പിച്ച് കരം പിടിച്ച് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നീ ഏത് അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് പൊട്ടക്കിണറിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും, കൊത്തിപ്പൂന്റെ വീട്ടിലെ അതേ അപമാനത്തിലൂടെ നീ കടന്നുപോയാലും, അതല്ല കാരാഗ്രഹത്തിന്റെ ഇരുമ്പടി ആക്കുള്ളിൽ നീ ആയാലും, ദൈവം നിന്നെ കുറിച്ച് നിന്നെ വിളിച്ചിറക്കിയപ്പോൾ, ജോസഫേ, നിന്നെ വിളിച്ചിറക്കിയപ്പോൾ ദൈവം നിന്നെ കണ്ടത് എന്തായി തരണമെന്നാണോ അത് തന്നെ നിവർത്തിയാകും. അത് പൊട്ടാക്കിണർ വിഷയമല്ല, കൊത്തിപ്പന്റെ വീട്ടിലെ അപമാനം
വിഷയമല്ല, കാരാഗ്രഹം ഒരു വിഷയമല്ല. ദൈവം നിന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അവസാനം നിവർത്തിയാകുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർ പ്രതികരിക്കും ഈ ദൈവശബ്ദത്തോട്? ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ വിഷയത്തോടാണ് ദൈവം മറുപടിയായി വെളിപ്പെടുന്നത്. പ്രതികരിക്ക്, സ്തോത്രം ചെയ്യ്, കരങ്ങളെ അടിച്ച് ദൈവത്തിന് നൃത്തം ചെയ്ത് അത് സ്വീകരിക്ക്. നിന്നെ വെറുതെ വിടുകയില്ല അവൻ, നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല അവൻ. ഇന്ന് നീ കടന്നു പോകുന്ന വഴിയിൽ, ആ ദുർഘട വഴിയിൽ നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല അവൻ. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ചുറ്റുപാടുകളുടെ മുമ്പിൽ നീ ലജ്ജിക്കപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ നീ അപമാനിക്കപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കില്ല. കാരണം ആ യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. ഒരു ദുഷ്ടശക്തിയുടെ കയ്യിലും നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ കാക്കുവാൻ കരുത്തുറ്റ ഒരു കരുത്തിലാണ് നീ ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവനറിയാതെ ഒന്നും സംഭവിക്കില്ല. അതാണ് യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. കയ്യിൽ ഇരിക്കുന്നവൻ ചുമ്മാതെ വെച്ചിരിക്കുകയല്ല, നിന്നെ അവൻ ആഗ്രഹിക്കുന്നവന്റെ ഹൃദയത്തിലെ താല്പര്യം അനുസരിച്ച് നിന്നെ ആക്കേണ്ടതുപോലെ ആക്കുന്ന ഒരു കരങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. നിന്റെ തലമുറ ഇന്ന് ഏത് ഭാഗത്തേക്ക് പോയാലും അത് ഭാരപ്പെടേണ്ട കാര്യമില്ല. അവരെ മടക്കി നിന്റെ കരങ്ങളിൽ തരുവാൻ കരുത്തുറ്റ ഒരു കരം കർത്താവിന്റെ കരമാണ്. അതാണ് നയിൻ പട്ടണത്തിലേക്ക് യേശു കർത്താവ് കയറി ചെല്ലുമ്പോൾ മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ പുറത്തേക്ക് പോകുകയാ. അവളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അവൾ സന്തോഷത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയാ, വിലാപത്തോടെ പുറത്തേക്ക് പോകുകയാ, ദുഃഖത്തോടെ പുറത്തേക്ക് പോകുകയാ. എന്നാൽ കരഞ്ഞുകൊണ്ട് വിലാപത്തോടെ ഹല്ലേലൂയ കണ്ണുനീരോടുകൂടി പുറത്തേക്ക് പോകുന്ന അവളുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് പറഞ്ഞത്, സ്ത്രീയെ നീ കരയണ്ട, നീ കരയണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം? നിന്നെ കരയിപ്പിച്ച വിഷയത്തെ ഞാൻ തൊടാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലും തലമുറകൾക്ക് വേണ്ടി കരയുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ കരയണ്ട എന്ന് പറഞ്ഞാൽ നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തെ ഞാൻ തൊടാൻ പോകുകയാണ്. ഞാനത് ഏറ്റെടുക്കാൻ പോകുകയാണ്. ഞാനതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നീ കരയണ്ട. നിന്നെ കരയിപ്പിച്ച വിഷയത്തെ ഞാൻ തൊട്ട് ആ കരയിപ്പിക്കുന്ന വിഷയത്തെ മാറ്റി നിന്നെ ഹല്ലേലൂയ ആ വിഷയത്തെ വിടുതലാക്കുന്നതിന്റെ കരങ്ങളിൽ തരാൻ പോകുകയാണ്. അതല്ലേ സംഭവിച്ചത്? ആ കരയിപ്പിച്ച വിഷയം ആ കുഞ്ഞിന്റെ മരണമായിരുന്നു, നിശ്ചലമായ അവസ്ഥയായിരുന്നു. അവനെ തൊട്ടു, അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് രാത്രിയിലും ആ സംഭവം നടക്കാൻ പോകുകയാണ്. ഈ വർഷത്തിന്റെ 2023 ആണ്ടിന്റെ 7ാം മാസം അത് വിടുതലിന്റെ മാസമാക്കി ദൈവം മാറ്റാൻ പോകുക. ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. എത്ര പേര് ദൂത് അച്ചടിക്കുന്നുണ്ട്? നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ വിടുതൽ ഈ 7ാം മാസത്തിൽ വെളിപ്പെടാൻ പോകുകയാ. നീ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തോ, കരങ്ങളെ അടിച്ചത് ഏറ്റെടുത്തോ. അത് നിന്റെ തലമുറയുടെ വിഷയമാണെങ്കിലും, നിന്റെ ഭാവിയുടെ വിഷയമാണെങ്കിലും, നിന്റെ ജോലിയുടെ വിഷയമാണെങ്കിലും, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിലെ വിഷയമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും നാളുകളായി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം, കണ്ണുനീരോടെ കരയുന്ന വിഷയം, ഇന്ന് രാത്രിയിൽ കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. ആ വിഷയത്തിന്റെ വിടുതൽ നിന്റെ കരങ്ങളിൽ എടുത്തു തരുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്തുകയാണ്. ആ അമ്മയുടെ കയ്യിൽ, കരഞ്ഞ അമ്മയുടെ കയ്യിൽ, കരയണ്ട എന്ന് യേശു കർത്താവ് ദൂത് പറഞ്ഞ അമ്മയുടെ കയ്യിൽ ആ മകനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന പുസ്തകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് അവൻ എന്നെ വിളിച്ചിരിക്കുന്നത്, എന്റെ കുടുംബത്തിന്റെ തലമുറയെ വിളിച്ചിരിക്കുന്നത് നീതിയോടെയാണ്. അവന്റെ കരം, അതേ കരം ആ വിളിച്ചിരിക്കുന്നവന്റെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും, കാക്കും, കാക്കും എന്ന് പറഞ്ഞാൽ ശത്രുവിന് ഒന്നും നിന്നെ തകർത്ത് കളയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് പറയുമ്പോ. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ശിഷ്യന്മാരുമായി പടകെടുത്ത് അക്കരയ്ക്ക് പോകുക. എന്താ ഒരു ചെറുപ്പക്കാരന്റെ നിലവിളി യേശുവിന്റെ ചെവിയിലെത്തി. യേശുവിനറിയാം അവനെ ദൈവം വിളിച്ചതാണ്, വിശ്വസ്തനായ ദൈവം വിളിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വസ്ത്രം ധരിക്കാതെ 6000-ൽ പരം ഭൂതം അവന്റെ അകത്ത് കയറി അവനെ നിയന്ത്രിച്ചുകൊണ്ട് ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളഞ്ഞ്, അത് മാതാപിതാക്കന്മാരെ അടുക്കുന്ന അവനെ ഓടിച്ചു കളഞ്ഞ്, ആർക്കും ഒരു പ്രയോജനമില്ലാതെ, സ്വയം പോലും പ്രയോജനമില്ലാതെ അവനിതാ ശവക്കോട്ടയിൽ കിടന്ന് സ്വയം ഉരുമി മുറിവേൽപ്പിച്ച് വല്ലാതെ അവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷേ അവനെ ദൈവം വിളിച്ചതാ, വിശ്വസ്തനായ ദൈവം വിളിച്ചതാ, നീതിയോടെ ദൈവം വിളിച്ചതാണ്. ശ്രദ്ധിക്കണമേ, 6000 ഭൂതം അവന്റെ മേലുണ്ടായിരുന്നു. പക്ഷെ അവനെ കൊല്ലാൻ പറ്റിയില്ല. 6000 ഭൂതത്തിന് അവനെ കൊല്ലാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വിളി അവന്റെ മേലുണ്ട്. അവന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശത്രുവിന് കഴിഞ്ഞു. പക്ഷെ അവനെ കൊല്ലാൻ
അവനെ കൊല്ലാൻ, അവനെ ഇല്ലാതാക്കുവാൻ ശത്രുവിന് കഴിഞ്ഞില്ല. എന്നെ കേൾക്കും ദൈവത്തിന്റെ പേരിൽ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വിളി അവന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കരം അവന്റെ മേലുണ്ട്. ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ജഗത്തിനൊരു നിയമമായി മാറേണ്ടവനാണ്, അവൻ ജാതികൾക്ക് പ്രകാശമായി മാറേണ്ടവനാണ്. അതുകൊണ്ട് തകർക്കാൻ ദൈവം അനുവദിക്കില്ല, വിട്ടുകൊടുക്കില്ല, ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കില്ല. ശ്രദ്ധിക്കണമേ, 6000 ഭൂതം അവന്റെ മേലുണ്ടായിരുന്നു. യേശു കർത്താവ് അവിടെ ചെന്നു. അവൻ ആ ഭൂതങ്ങളെ ശാസിക്കാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളെ ആ പന്നിക്കൂട്ട് 2000 പന്നികളോടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടണം. യേശു കർത്താവ് ഓക്കെ പറഞ്ഞു വിട്ടു. 6000 ഭൂതം 2000 പന്നികളുടെ മേൽ കയറിയപ്പോൾ ഒരു പന്നിയുടെ മേൽ 3 ഭൂതം കയറി. 3 ഭൂതം ഒരു പന്നിയുടെ മേൽ കയറിയപ്പോൾ ആ 2000 പന്നികൾ ഓടിച്ചെന്ന് കടലിലേക്ക് ചാടി വെള്ളത്തിൽ മുങ്ങിത്താണ് ആത്മഹത്യ ചെയ്തു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീർപ്പുമുട്ടി ചത്തു. കണ്ടോ ദൈവത്തിന്റെ പേരില്? 3 എണ്ണം കയറിയപ്പോൾ, 3 എണ്ണം വീതം കയറിയപ്പോൾ അവര് ആ വീർപ്പുമുട്ടി വെള്ളത്തിൽ ചത്തെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ എന്താ 6000 കയറിയിട്ടും ഈ മനുഷ്യൻ മരിക്കാതിരുന്നത്, ഈ ചെറുപ്പക്കാരൻ മരിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ ദൈവം അവനെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കൈ അവനെ പിടിച്ചിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം, അവൻ സുബോധമുള്ളവനായി, ഭൂതം മാറിയപ്പോൾ അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. പിന്നീട് അവൻ ആ ദേശത്തിന്റെ തെക്കപ്പൊലി നാടിന്റെ അപ്പോസ്തലനായി മാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്ക് ദൈവം പാലിച്ചു. അതേ, അവൻ കൈയിൽ പിടിച്ചു. രണ്ടാമത് അവൻ നീതിയോടെ വിളിച്ചു. മൂന്നാമത് അവൻ ജനത്തിനൊരു നിയമമായി മാറി. ഇന്നും നമ്മൾ അവനെ പ്രസംഗിക്കുക. ജാതികൾക്കൊരു പ്രകാശമായി മാറി, സുവിശേഷം അറിയിക്കുന്ന, യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളായി മാറി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജീവിതങ്ങളോട്, മാതാപിതാക്കന്മാരോട് ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ തലമുറയുടെ അവസ്ഥ ഇപ്പോൾ എത്ര ധൈര്യമാണെങ്കിലും, അവൻ നിന്നെ വിട്ട് ഒത്തിരി ദൂരത്താണെങ്കിലും, അവനെ കുറിച്ച് അവന് വലിയ ബോധ്യമില്ലെങ്കിലും, നിന്നെ അവൻ ഗൗനിക്കുന്നില്ലെങ്കിൽ നീ പാടപ്പെടണ്ട. പ്രാർത്ഥനയിൽ ദൈവത്തോട് ചെന്നിരുന്നു, ദൈവത്തിൽ പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം, എന്റെ കുടുംബത്തെ വിളിച്ച ദൈവം, എന്റെ തലമുറയെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ കരം പിടിച്ചിട്ടുണ്ട്. ഭാവിയിൽ അവൻ ജനങ്ങൾക്കൊരു നിയമമായി മാറാൻ പോകുകയാണ്, ജാതികൾക്കൊരു പ്രകാശമായി മാറാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന യുവക്കളെ, ഒരു തലമുറയെ മടക്കിക്കൊണ്ടുവന്ന ദേശത്ത് ആ ദൈവത്തിന്റെ മുൻപിൽ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ, ജനത്തിന്റെ മുൻപിൽ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? കാരണം ദൈവത്തിന്റെ വിളി വിശ്വസ്തനായ ദൈവത്തിന്റെ വിളിയാ. ഒറ്റയ്ക്കല്ല, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നിന്നെ വിളിച്ചത്. ഒന്ന്, ഇടറിപ്പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, വിശ്വസ്തനായ ദൈവമാണ് എന്നെ വിളിച്ചത്. എത്ര പേര് ഇത് പറയും? വിഷയങ്ങൾ വരുമ്പോൾ, നീ തീർന്നു എന്ന് ശത്രു പറയുമ്പോൾ, ഇനി അവൻ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് നിന്റെ കൂടെയുള്ള മനുഷ്യര് പറയുമ്പോൾ, അത് കേട്ട് തലകുനിച്ചിരിക്കാതെ നീ ആ ശത്രുവിനെ നോക്കിക്കൊണ്ട്, ആ സാത്താന്റെ ചിന്തകളെ നോക്കിക്കൊണ്ട് പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വഴിയിൽ അവസാനിപ്പിക്കുന്ന ദൈവമല്ല. ഞാൻ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കായി എന്ന് എല്ലാവരും പറയുമ്പോൾ പറ, ഞാൻ ഒറ്റയ്ക്കല്ല. അത് പത്മോസിൽ കിടക്കുന്ന യോഹന്നാനോട് ചോദിച്ചാൽ മതി. ലോകം മുഴുവൻ പറഞ്ഞു അവൻ ഒറ്റയ്ക്കായി. അവനെ ഇട്ടവർ പറഞ്ഞു, ഇല്ല, ഇനി ഒരു മനുഷ്യ സഹായം അവന് ലഭിക്കത്തില്ല, അവൻ ഒറ്റയ്ക്കായി. എന്നാൽ നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവൻ ഒറ്റയ്ക്കല്ല. അവന്റെ അടുക്കലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നു. അവർ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല. ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ ഒറ്റയ്ക്കാവില്ല. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിന്റെ അടുക്കലുണ്ട്. സന്തോഷമുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന്, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഒന്ന്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, എന്റെ കുടുംബത്തെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂട്ടായ്മ ഒറ്റയ്ക്കല്ല, ആളുകൾ ഞാനും ക്രിസ്തുവും ഒരുമിച്ചാണ്, ഞാനും എന്റെ രക്ഷിതാവും ഒരുമിച്ചാണ്. ഇമ്മാനുവേൽ, ദൈവം എന്നോട് കൂടെയുണ്ട്. അത് പറഞ്ഞാൽ നിനക്ക് ഈ പ്രതിസന്ധികളെ ജയിക്കാൻ കഴിയും. രണ്ടാമത്, ഇടറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം, മത്തായി സുവിശേഷം 26 ഈ പത്രോസാണല്ലോ ഇത് പറയുന്നത്, പത്രോസിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയാം. മത്തായി സുവിശേഷം 26 അധ്യായത്തിനകത്ത് അതിന്റെ 31, 32 വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ യേശു കർത്താവ് ശിഷ്യന്മാരെ തന്റെ ക്രൂശ് മരണത്തോട് അടുത്ത സമയത്തിൽ അടുത്ത് നിർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. ഈ രാത്രിയിൽ
നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഞാൻ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും, നിങ്ങൾ ഇടറിപ്പോകും. ഇത് കേട്ടപ്പോൾ അവന്റെ 33 വാക്യം, മത്തായി സുവിശേഷം 26-33 വാക്യത്തിൽ പത്രോസ് ചാടിക്കറി പറയുകയാണ്, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ഞാൻ മുമ്പ് പറഞ്ഞത് പത്രോസ് എടുത്തുചാടി പറയുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഇടറും, കാരണം ഞാൻ പിടിക്കപ്പെടാൻ പോവുകയാണ്, ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരെ അരികെ വിളിച്ച് പറയുമ്പോ പത്രോസ് പറയാണ്, എല്ലാവരും നിന്നിൽ ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. കർത്താവ് തിരിച്ചൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നീ ആയിരിക്കും ആദ്യം ഇടറിപ്പോകാൻ പോകുന്നത്, നീ എന്നെ തള്ളിപ്പറയാൻ പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യേശു കർത്താവ് ഗത്സമനിലേക്ക് പോവുകയാണ്. ഗത്സമനിയിൽ യേശു കർത്താവ് ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് യേശു കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. മടങ്ങി വന്നപ്പോൾ ഇവർ പ്രാർത്ഥിക്കുകയല്ല, ഇവർ ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്ക്, ഇടറിപ്പോകാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്ക്. പക്ഷെ പിന്നീടും വന്നു നോക്കിയപ്പോൾ അവർ ഉറങ്ങി. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 26-ാം അധ്യായം അതിന്റെ 69 മുതൽ 75 വരെയുള്ള വേദഭാഗം നമുക്ക് കാണുന്നത്, യേശു കർത്താവ് ശത്രുക്കൾ പിടിച്ചു അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. മർക്കോസ് 14:50 പറയുന്നു, ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ, പടയാളികൾ പിടിച്ചപ്പോൾ കൂടെ നിൽക്കേണ്ട ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. പിന്നീട് പുസ്തകം പറയുന്നത്, ലൂക്കോസിൽ സുവിശേഷം 22:54 പറഞ്ഞത്, പത്രോസ് അകലം വിട്ടവനെ അനുഗമിച്ചു. ഒത്തിരി ദൂരെ അടുത്തു നിന്നവൻ, ചേർന്നു നിന്നവൻ, ആരും ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോകുകയില്ലെന്ന് പറഞ്ഞവൻ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞവൻ, ഇപ്പൊ ഒത്തിരി ദൂരെ മാറി നടക്കുകയാണ്. അകലം വിട്ട് അനുഗമിക്കുക. ഇടറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം, യേശു കർത്താവുമായിട്ട് അകലം വിട്ട് അനുഗമിക്കുന്നവരെല്ലാം ഇടറിപ്പോകും വിഷയങ്ങൾ വരുമ്പോൾ. അവിടെ എന്താ സംഭവിച്ചത്? പിന്നീട് അകലം വിട്ട് അനുഗമിക്കുമ്പോൾ ഇതാ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല. പ്രാഗി പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല, എനിക്ക് അവനുമായി ഒരു ബന്ധമില്ല. കണ്ടോ ദൈവം, ഇതല്ലേ ഇടറിപ്പോയി. ഇടറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം അകലം വിട്ട് അനുഗമിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട സമയം അകലം വിടുന്നത് ഒറ്റ സുപ്രഭാതത്തിലല്ല. നോക്കിയേട്ട്, ഗത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ പ്രാർത്ഥന പണിയതുപോലില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന പഠിച്ചവരാണ്. യേശു കർത്താവിൽ നിന്ന് പ്രാർത്ഥന പഠിച്ചവരാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യം അതെ മനസ്സിലാക്കിയവരാണ്. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അതും പിന്നീടും എന്ന് പറയുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, ഇടറിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുകയാ. അവിടെ തുടങ്ങി അകലം, യേശുക്രിസ്തുവുമായി അകലം. എന്നെ കേൾക്കുന്ന ദൈവം കൂടെ പറയട്ടെ, വിഷയങ്ങൾ വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവം നിയോഗിക്കുമ്പോഴൊക്കെ, ദൈവം ഉണർത്തുമ്പോഴൊക്കെ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ, ഓർക്കുക, നിങ്ങൾ യേശുവിൽ നിന്ന് അകലുകയാണ്. ദൈവസന്നിധിയോട് താല്പര്യം കാണിക്കാതിരുന്നാൽ നിങ്ങൾ ദൈവത്തോട് അകലുകയാണ്. യേശുവിനോട് നിങ്ങൾ അകലുകയാണ്, കൂട്ടായ്മയിൽ നിന്ന് അകലുകയാണ്. ആരുമായിട്ടാണ് കൂട്ടായ്മ? നമ്മുടെ രക്ഷിതാവും നമ്മളെ വിടിവിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന കർത്താവുമായിട്ടാണ്, യേശുവുമായിട്ടാണ് കൂട്ടായ്മ. എന്നാൽ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടാൽ, ആരാധന നഷ്ടപ്പെട്ടാൽ, സ്തുതിസ്തോത്രം നഷ്ടപ്പെട്ടാൽ, ദൈവവചന ധ്യാനം നഷ്ടപ്പെട്ടാൽ, ദൈവ സാന്നിധ്യത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടാൽ, നമ്മൾ യേശുവിനോട് ആ കൂട്ടായ്മ നൽകുകയാണ്. ഒരുപക്ഷെ ഇവിടുത്തെ സംഘടനയുടെ, ഇവിടുത്തെ സഭയെന്ന് പറയുന്ന അതേ കൂട്ടങ്ങളിൽ നമ്മൾ അംഗമായിരിക്കാം. എന്നാൽ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ, എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ യേശുവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുകയാണ്, അകലം വിട്ട് അനുഗമിക്കുകയാണ്. നമ്മൾ ഇടറിപ്പോകും. വിഷയം വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകും, നമ്മൾ ചഞ്ചലിക്കും, നമ്മൾ തളർന്നു പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും, പിന്മാറിപ്പോകും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നാമത് വിളിയെക്കുറിച്ചും ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. രണ്ടാമത് അകലം വിട്ട് നമ്മൾ അനുഗമിച്ചാൽ
പത്രോസ് അകലം വിട്ട് അനുഗമിച്ചെന്ന പുസ്തകം പറയുന്നത്. ചേർന്ന് നിൽക്കേണ്ടവനായിരുന്നു. യേശു ആരെന്ന് നന്നായിട്ടറിയാം, മരിച്ചവരെ ഉയർപ്പിച്ചവനാണെന്നറിയാം. അത് മാത്രമല്ല, ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ യേശു കർത്താവരോട് പറഞ്ഞതാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യാൽ പിടിക്കപ്പെടും, അവർ അവനെ കൊണ്ടുപോയി ക്രൂശിക്കും, എന്നാൽ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, മൂന്നാമതൊരു ദിവസം ഉണ്ടെങ്കിൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവരോട് പറഞ്ഞു പഠിപ്പിച്ചതാണ്. പക്ഷേ അവർക്കത് വിശ്വാസമായില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവർ ആ ശബ്ദത്തിൽ നിന്ന് ഒത്തിരി അകലെയായി. ദൈവ ശബ്ദത്തിൽ നിന്ന് അകലെയായാൽ, ഈ തിരുവചനത്തിൽ നിങ്ങൾ അകലെയായാൽ, എന്നെ കേൾക്കും ദൈവമക്കളെ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ തിരുവചനത്തിൽ നിന്ന് നിങ്ങൾ അകലെയായാൽ, ഈ വചനം വായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇത് ഞായറാഴ്ച മാത്രം തുറന്ന് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമായി മാറിയാൽ നിങ്ങൾ ഇടറിപ്പോകും. ഈ പുസ്തകവുമായി ഒരു പരിചയം നിങ്ങൾക്കില്ലെങ്കിൽ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവശബ്ദവുമായി നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ, ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ, പ്രസംഗങ്ങൾ ഒത്തിരി കേട്ടെന്ന് വരാം, പക്ഷേ ഇടറിപ്പോകും. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ വചനം വ്യാപരിക്കും. ദൈവം ഇതിലെ അതാണ്, ഇത് ദൈവശബ്ദമാണ്, എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്, ഇതെന്റെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വഴികളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ചേർന്ന് ഇതിനോട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ പ്രശ്നം വരുമ്പോൾ ഇടറിപ്പോകും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇടറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം, സമയം എന്റെ മുൻപിൽ ഇല്ലല്ലോ, ഇടറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം അകലം വിട്ട് അനുഗമിച്ചു. പ്രാർത്ഥന പഴുതുപോലെ ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ അകലമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ചർച്ചിന്റെ അംഗമായിരിക്കാം, അതിലെ സെക്രട്ടറി ആയിരിക്കാം, പ്രസിഡന്റ് ആയിരിക്കാം, അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളായിരിക്കാം. പക്ഷേ ദൈവം പറയുന്ന സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് ദൈവവുമായി ചേർന്നിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ യേശുവിനോട് യോഹന്നാൻ 17 പറഞ്ഞു, എന്നിൽ വസിക്കുവീൻ. യോഹന്നാൻ 15 പറയുന്നു, എന്നിൽ വസിക്കുവിൻ. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിനോട് ചേർന്ന് വസിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നമുക്ക് ജയിക്കാൻ കഴിയില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, ക്രിസ്ത്യൻ ജീവിതം ജയകരമാക്കി മാറ്റാൻ കഴിയില്ല. മനസ്സിലാക്കുക, പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും ദൈവസന്നിധിയോടുള്ള ആ സമർപ്പണവും അത് ദൈവത്തോട് ചേർന്ന് യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലാണ് നമ്മൾ. മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പറയാം. മൂന്നാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 verse 1, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴികം. എന്ന് പറഞ്ഞാൽ അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്, വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. ശിഷ്യന്മാരോട് പറയുക. 13 മുതൽ യോഹന്നാൻ 13 മുതൽ 17 വരെ ഒരു രാത്രിയിലെ യേശു കർത്താവ് ശിഷ്യന്മാരുമായുള്ള സംഭാഷണമാണ്. തന്റെ ക്രൂശമരണത്തോട് തൊട്ടു മുൻപ് അവർ ശിഷ്യന്മാരെ അരികെ വിളിച്ചു. ഒരു രാത്രിയിൽ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ പൗരോഹിത്യ പ്രാർത്ഥന വരെ അവൻ ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന വിഷയങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഏതാണെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഏതാണ്ട് 11 വാഗ്ദത്തങ്ങൾ അവന്റെ ശിഷ്യന്മാർക്ക്, പുരുഷാരത്തിനല്ല അവനോട് ചേർന്ന് വസിക്കുന്ന അവന്റെ ദൈവത്തിന്റെ വിളി കേട്ടിട്ട് ഇറങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരുടെ പറയാണ് 11-ൽ പരം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട് പറയാണ്, ഇത് ഇടറിപ്പോകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇടറിപ്പോകാതിരിക്കുവാൻ വിഷയങ്ങൾ വരുമ്പോൾ, പള്ളി പ്രശ്നമാക്കുമ്പോൾ, ദുർഘട സമയങ്ങൾ വരുമ്പോൾ, നിങ്ങളെ കൊല്ലുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, തകർന്നു പോകുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഏത്? ചില വാഗ്ദത്തങ്ങൾ, 11 വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കണമേ, വാഗ്ദത്തം നമ്പർ 1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആ വാഗ്ദത്തം നമ്പർ 1, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് ഞാൻ മടങ്ങി വരും. ഒന്നാമത്തെ വാഗ്ദത്തമാണ്, എന്റെ കർത്താവ് മടങ്ങി വരും, എന്നെ ചേർക്കാൻ മടങ്ങി വരോ. എനിക്ക് വേണ്ടി ചില വാസസ്ഥലങ്ങൾ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് എന്നെ കൊണ്ടുപോകാൻ എന്റെ കർത്താവ് മടങ്ങി വരും, ഞാനും അവനുമായി ഒരുമിച്ച് വസിക്കുന്ന ഒരു കാലമുണ്ട്. ഒന്നാമത്തെ വാഗ്ദത്തമാണ്. വിഷയങ്ങൾ വരുമ്പോൾ, ഭവനം നഷ്ടപ്പെടുമ്പോൾ, ഭൂമിയിൽ ചില നന്മകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ,
പറയണം, ഇവിടെയുള്ളതൊന്നും എനിക്ക് താൽക്കാലികമാണ്, ഇവിടെയുള്ളതൊന്നും എന്റേതല്ല, ഇവിടെ എനിക്കെല്ലാം ഉള്ളതെല്ലാം താൽക്കാലികമാണ്. എനിക്ക് വേണ്ടി തമ്പുരാൻ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്, നിത്യതയിൽ എനിക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നുണ്ട്. എന്നെ ചേർക്കാൻ അവൻ വരും, ഞാനും അവനുമായി ഒരുമിച്ച് പോകും. ആ ഒരു ബോധ്യം, അതാണ് വാഗ്ദത്ത നമ്പർ. പ്രശ്നം വരുമ്പോൾ, കൊല്ലുന്ന അനുഭവങ്ങൾ വരുമ്പോൾ പറയണം, ഇവിടെ ഞാൻ അവസാനിച്ചാലും ഞാൻ ഇവിടെ അവസാനിക്കത്തില്ല. എനിക്കൊരു വാസസ്ഥലം മേളിലുണ്ട്, അവിടെ എനിക്കൊരു നിത്യമായ വാസമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ചേർക്കാൻ എന്റെ കർത്താവ് വരും. അവിടേക്ക് ഞാൻ പോകും, അവനോടുകൂടെ ഞാൻ വാസം ചെയ്യും. പഴയ പാട്ടുകാർ അങ്ങനെയാ പാടിയത്. അത് ഞാൻ ആ പാട്ടുകൾ പാടുവാൻ സമയമെടുക്കുന്നില്ല. ഒന്നാമത്, നിങ്ങൾ എന്റെ ഇടവിപ്പോകാതിരിക്കണമെങ്കിൽ എന്നോട് കേട്ട ശബ്ദം നിന്റെ ഹൃദയത്തിനകത്ത് പതിയണം. ഒന്നാമത്തെ വാഗ്ദത്തം അതാണ്. രണ്ടാമത്തെ വാഗ്ദത്തം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, 14-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, ഞാനും കർത്താവുമായി ചേർന്ന് വസിക്കുന്ന ഒരു കാലം. അടുത്തത് 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിനകത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ശ്രദ്ധിക്കണമേ, അതെ അതിലും വലിയ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. തമ്പുരാൻ വാഗ്ദത്തം കൂടി തന്നില്ല. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും, ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നോക്കുന്ന വിത്തന്റെ വൈതലേ, നിങ്ങളെ പെട്ടെന്ന് ഈ ലോകത്തിന് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അതാണ് വാഗ്ദത്തം. പ്രശ്നം വരുമ്പോൾ നീ വാഗ്ദത്തം എടുത്ത് പറയണം. ഏതാണ് അത്? അന്നത്തെ പത്രോസിന് മാത്രമല്ല, എനിക്കുള്ള വാഗ്ദത്തമാണ്. ഞാൻ പെട്ടെന്ന് അവസാനിക്കത്തില്ല, എന്നെ കൊണ്ട് തമ്പുരാൻ അവന്റെ പ്രവർത്തികൾ ചെയ്യിപ്പിക്കും, അവന്റെ ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കും. അവൻ ചെയ്തതുപോലെയുള്ള ശുശ്രൂഷകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനേക്കാൾ വലിയത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. നീ അത് പറ. നിന്റെ ശുശ്രൂഷ അവസാനിച്ചെന്ന് ശത്രു പറയുമ്പോൾ, മനുഷ്യർ പറയുമ്പോൾ, അത് കേട്ട് തലകുനിച്ചിരിക്കാതെ അത് നീ പറ, ഇല്ല, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ശുശ്രൂഷകൾ എന്നെ കൊണ്ട് തമ്പുരാൻ ചെയ്യിപ്പിക്കും. അവൻ ചെയ്തതുപോലെ ഞാൻ ആ ശുശ്രൂഷകൾ ചെയ്യും. അതിനേക്കാൾ വലിയത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പറ, അത് വാഗ്ദത്തമാണ്. അടുത്ത വാഗ്ദത്തം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. എന്താണ് 16-ാം വാക്യം? അതേ, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എന്ന് പറഞ്ഞാൽ എന്റെ വഴി അടയത്തില്ല. പറ ഹല്ലേലൂയ. വഴി അടയുമ്പോൾ, ശത്രു വഴി അടയ്ക്കുമ്പോൾ പറ, എന്റെ വഴി അടയത്തില്ല. എന്നെ നടത്താൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്. എനിക്ക് വാതിൽ തുറന്നു തരാൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്. എനിക്ക് വേണ്ടി സ്വതവേ വാതിലുകൾ തുറക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്റെ വഴി ഒരുക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് വാഗ്ദത്തമാണ് ശിഷ്യന്മാരെ. അടുത്തത് 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രശ്നം വെളിപ്പെടുമ്പോൾ, ആ ശത്രുക്കൾ നിങ്ങളെ പള്ളി പ്രശ്നമാക്കുമ്പോൾ, നിങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം അവർ ഇറങ്ങി വരുമ്പോൾ, നീ പറ, ഞാൻ ഒറ്റയ്ക്കല്ല. അല്ലെങ്കിൽ എല്ലാവരും നിന്നെ അകറ്റി മാറ്റി കളയുമ്പോൾ നീ പറ, ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം എന്റെ കൂടെയുണ്ട്. അടുത്ത വാഗ്ദത്തം 19-ാം വാക്യം. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇല്ല, യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. മരിക്കണമെന്ന് ശത്രു പറയുമ്പോൾ, നീ അവസാനിക്കുന്ന ശത്രു പറയുമ്പോൾ പറ, ഇല്ല, യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. അതാണ് പഴയ പാട്ടുകാർ പാടിയത്. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, അതിന് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. കൊല്ലുന്ന മരണത്തിൻ ഘോരധാര, അതിനെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. കാര്യമെന്താ? യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. അടുത്ത വാഗ്ദത്തം എന്താണെന്നറിയാമോ? 14-ന്റെ 23 അടുത്ത വാഗ്ദത്തം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ ദൈവം ഇതിൽ കണ്ടോ, യേശു കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പറയാണ്, എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വചനം അനുസരിക്കുന്നവരായതുകൊണ്ട് പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞാനും പിതാവും ഒരുമിച്ച് നിങ്ങളുടെ കൂടെ വന്ന് വാസം ചെയ്യും. നിങ്ങളുടെ കൂടെ വന്നിട്ട് പോകുമെന്നല്ല, ഞായറാഴ്ച സഭായോഗത്തിന് കാണുമെന്നല്ല, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണുമെന്നല്ല, ഏത് ദുർഘട സമയത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വചനം അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വചനത്തെ പിൻപറ്റുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കൂടെ ദൈവമുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത് 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എന്റെ 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമ്മൾ വായിച്ചു. അടുത്തത് അതിന്റെ 27-ാം വാക്യം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ സമാധാനം നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. 14:1, 14:2, 14:3, 14:12, 14:16, 14:18, 14:19, 14:23, 14:27, 16:23 ഇങ്ങനെ 11 വാഗ്ദത്തങ്ങൾ ആ ദൈവം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടാ പറയുന്നത്, അല്ല നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് പറഞ്ഞേച്ചു പോകുകയാ. ഈ വാഗ്ദത്തമുള്ളവൻ ഒരു നാളും ഏത് പ്രശ്നം വന്നാലും ഇടറിപ്പോകുകയില്ല. അതിന്റെ ഒരെണ്ണോട് ഞാൻ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കണമേ, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. 16:23 നീ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. ആ വാക്യങ്ങൾ ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. തരാമെന്നല്ല, തരും. യേശു കർത്താവിന്റെ നാമത്തിൽ നാം പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ആൾ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്നെ കേൾക്കുന്ന ഇനിയും 2-3 കാര്യങ്ങളോട് പറയാനുണ്ട്. പക്ഷെ ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. അതിന് ഇടറിപ്പോകാതിരിക്കുവാൻ ഒന്നാമത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിക്കണം. രണ്ടാമത് അകലം വിട്ടൊരിക്കലും അനുഗമിക്കരുത്. യേശുവുമായുള്ള ബന്ധം വിടരുത്. പൗലോസ് പറയുന്നു, എന്നെ ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത് പട്ടിണിയാണെങ്കിലും ആപത്താണെങ്കിലും നഗ്നതയാണെങ്കിലും വാളാണെങ്കിലും ഉപദ്രവമാണെങ്കിലും കഷ്ടതയാണെങ്കിലും ഇല്ലില്ല. ഇതിൽ തന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ശ്രദ്ധിക്കണം ദൈവത്തിന്റെ വഴിയിലെ ഒരു നാളും ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ വാളിരാകുന്ന ശബ്ദം കാരാഗ്രഹത്തിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അവൻ പറയാണ്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഞാൻ സന്തോഷിക്കുകയാണ്. കാര്യം എന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കർത്താവിനോട് കൂടെയാണ്. ഞാൻ അവനുമായി ഒരുമിച്ചാണ്. അതല്ല വാഗ്ദത്തം അവന്റെ കയ്യിലുണ്ട്. ഏതാണ്? അതെനിക്ക് വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. ഇവിടെ എന്റെ ജീവിതം അവസാനിച്ചാലും ഞാൻ മൊത്തത്തിൽ അവസാനിക്കുകയില്ല. ഞാൻ അവിടെ തുറക്കുകയാണ്. എനിക്ക് വേണ്ടി വാതിൽ അവിടെ തുറക്കുകയാണ്. എന്റെ വാസസ്ഥലം അവിടെ റെഡിയായിരിക്കുകയാണ്. ഞാൻ അവനുമായി വാസം ചെയ്യുന്ന ഒരു കാലം വെളിപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു നാളും ഇടറിപ്പോകുകയില്ല. മൂന്നാമത് പറഞ്ഞത് വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നതുകൊണ്ട് യോഹന്നാൻ 16 പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഏതാണ് ആ വാഗ്ദത്തം? നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്. നിങ്ങളെ വന്ന് ചേർക്കുവാൻ ഞാൻ വരും. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നിങ്ങളെ വഴി നടത്താൻ ഒരു ആത്മാവുണ്ട്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഒരു നാളും ഒറ്റയ്ക്കാകത്തില്ല. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കത്തില്ല, ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അടുത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങൾ ശുശ്രൂഷിക്കും. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ശുശ്രൂഷിക്കും. അതിനധികമായി നിങ്ങൾ ശുശ്രൂഷിക്കും. ഞാനും പിതാവും ഒരുമിച്ച് വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. ഇത്രയും വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ഇടറിപ്പോകില്ല. വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന യേശു കർത്താവ് ശിഷ്യന്മാരുടെ പറഞ്ഞ 11 വാഗ്ദത്തങ്ങൾ എടുത്ത് ഉരുവിട്. ഞാൻ അനാഥനല്ല. ദൈവത്തിന്റെ സമാധാനം എന്റെ മേലുണ്ട്. ദൈവത്തിന്റെ സന്തോഷം എന്റെ മേലുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ത്രിയേക ദൈവം എന്റെ കൂടെയുണ്ട്. വാഗ്ദത്തങ്ങൾ ഉരുവിട്. വേറെ ഭാഗത്ത് ഉപദേശത്തിൽ ഇടറിപ്പോയി. ഉപദേശം ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കുമ്പോൾ അവരിടറിപ്പോകും. കഷ്ടത പെട്ടെന്ന് വെളിപ്പെടുമ്പോൾ ഇടറിപ്പോയവരുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുക. എന്നാൽ കണ്ണുകളെ അടച്ചാൽ, എല്ലാ കണ്ണുകളും അടച്ചാൽ, ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ, പ്രയാസത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ, മുൻപോട്ട് പോകാൻ കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ, നീ നിന്റെ വിളിയെക്കുറിച്ച് ബോധ്യം വെളിപ്പെടട്ടെ. നീ തിരിച്ചുചിന്തിക്ക്, എന്നെ ആരാണ് വിളിച്ചത്? വിശ്വസ്തനായ ദൈവം. ആ ദൈവം വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവുമായി, തന്റെ പുത്രനായ യേശുക്രിസ്തുവുമായി, എന്റെ രക്ഷിതാവും എന്നെ വിടുവിക്കുന്നവരുമായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്കാണ്. അതുകൊണ്ട് ആ വിളിയെ ബോധ്യം വന്നാൽ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ബോധ്യം വന്നാൽ, നിനക്ക് ആ വിഷയങ്ങളെ ജയിക്കുവാൻ കഴിയും. എല്ലാ കണ്ണുകളും അടച്ചാൽ കഴിയും. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇടറിപ്പോകുന്ന വിഷയങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇടറാതിരിക്കണമെങ്കിൽ മുറുകെ അകലം വിടാതെ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും ആ ദൈവസന്നിധിയോടുള്ള ആ താല്പര്യത്തിലും ഒറ്റിരിക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടിവിക്കും, എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും. എല്ലാ കണ്ണുകളും അടച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നീ ഭാരപ്പെടേണ്ട. നീതിയോട് ദൈവം നിന്നെ വിളിച്ചിരിക്കും. അവന്റെ കരം കൊണ്ട് നിന്നെ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിനൊരു നിയമവും ജാതികൾക്കൊരു പ്രകാശവുമാക്കി മാറ്റും. ഏത് പ്രതിസന്ധിയിലും ഭാരപ്പെടേണ്ട. നിന്റെ തലമുറയെ അവൻ മടക്കി വരുത്തി നിന്റെ കരങ്ങളിൽ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറയെ മടക്കി വരുത്തി നിന്റെ കരങ്ങളിൽ തരും. അവനെ ജാതികൾക്ക് ഒരു ജനത്തിനൊരു നിയമമാക്കി മാറ്റും. ജാതികൾക്ക് ഒരു പ്രകാശമാക്കി മാറ്റും. അവനെ ദൈവം ഉപയോഗിക്കും.
നിന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കും, നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, നിന്റെ തല ദൈവം ഉയർത്തും. കണ്ണുകളെ അടയ്ക്കാം. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്? പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഉയർത്തിയാട്ടെ. ആ കാര്യത്തെ പിടിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈനിലൂടെ കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുള്ള മറുപടിയായി അങ്ങയുടെ ശബ്ദം വെളിപ്പെട്ടതിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. തിരുക്കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ വിളിച്ചിരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശത്തിലേക്കായതിനാൽ, യേശുക്രിസ്തുമായുള്ള കൂട്ടായ്മയിലേക്കായതിനാൽ, ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അനുഗ്രഹങ്ങൾ മുൻപോട്ട് വെളിപ്പെടത്തക്കവണ്ണം കർത്താവിന്റെ കരം അവിടെ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമണക്കിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ മണ്ഡലങ്ങളും തുറന്നു കൊടുത്ത് ഞാൻ ഇവരെ അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, നന്മയിലേക്ക്, നിറവിലേക്ക്, ഉറവയിലേക്ക് ഞാൻ ഇവരെ കരം പിടിച്ച് നടത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആ ജനത്തിനൊരു നിയമവും ജാതികൾക്കൊരു പ്രകാശവുമായി മാറും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ പ്രളയനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുൻപിൽ നിൽക്കുന്ന കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു, അവരുടെ ഭാവിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിൽ ലീഡ് ചെയ്യുന്നവരെ, ഇതിൽ കടന്നു വരുന്ന ശുശ്രൂഷിക്കുന്നവരെ എല്ലാം ഞാൻ, ഇതിൽ കേൾവിക്കാരായി വരുന്നവരെ എല്ലാം അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളോട് അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും രോഗബന്ധനങ്ങളെ ഞാൻ ശാസിച്ചകറ്റുകയാണ്. തീങ്കൽ മെഴുകുരി പോകുന്ന പോലെ ആ ബന്ധനങ്ങളെല്ലാം ഉരുകിപ്പോകട്ടെ. നിങ്ങളുടെ ശരീരങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. സൗഖ്യം നിങ്ങളുടെ അവകാശമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ശരീരത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കിടക്കയിൽ നിങ്ങൾ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ഇൻഫെക്ഷൻ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അസ്ഥി, ഞാടി, ഞരമ്പ്, രക്തധമനികളുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പോരികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. നിങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കുന്നു, അനുഗ്രഹിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം മുഴുവൻ എന്റെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിന്റെ നാമത്തിന് കൊടുക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.